നമസ്കാരം. റാഫ്റ്റ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം പ്രീമിയർ ലീഗിലെ സിറ്റി കിരീടത്തിലേക്ക് കുതിക്കുകയാണ്. ആ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. താൽക്കാലികമായിട്ട് സാങ്കേതികമായിട്ട് അവർ രണ്ടാം സ്ഥാനത്താണെങ്കിലും അവരൊരു കളി കുറച്ചേ കളിച്ചുള്ളൂ എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. അപ്പം പൂർണ്ണമായിട്ടും അവരുടെ കൈകളിൽ തന്നെയാണ് അവരുടെ കിരീട സാധ്യത ഇരിക്കുന്നത്. ഇന്നലെ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിന് ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് അവർ പരാജയപ്പെടുത്തുമ്പോൾ അവർക്കായിട്ട് ഗാർഡിയോളും ഹാലൻഡുമാണ് ഗോളുകൾ അടിച്ചത്. ഗാർഡിയോൾ ഇപ്പോൾ ഗോളടിക്കാരനായി മാറി. കഴിഞ്ഞ 5 മത്സരങ്ങളിൽ നിന്ന് 3 ഗോളുകളാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. ഹാലൻഡ് ഇതാ തൻ്റെ ടോപ്പ് സ്കോറർ പട്ടം ഒന്നുകൂടി ഉറപ്പിച്ച് മുന്നോട്ട് പോകുന്ന കാഴ്ചയെ നമ്മൾ കാണുന്നു. മത്സരത്തിൻ്റെ 32ാമത്തെ മിനിറ്റിലാണ് ഗാർഡിയോളിൻ്റെ ഗോൾ പിറക്കുന്നത്. KDBയുടെ അസിസ്റ്റ്, അദ്ദേഹത്തിൻ്റെ കോർണറിൽ നിന്നാണ് ഗാർഡിയോൾ ആ ഗോൾ കണ്ടെത്തുന്നത്. ആദ്യ പകുതി അവസാനിക്കും ഏകപക്ഷീയമായ ഒരു ഗോളിന് അവർ മുന്നിലായിരുന്നു. രണ്ടാം പകുതിയിൽ 71ാമത്തെ മിനിറ്റിലാണ് ഏർലിംഗ് ഹാലൻഡിൻ്റെ ഗോൾ പിറക്കുന്നത്. ഒരിക്കൽ കൂടി KDBയുടെ അസിസ്റ്റ്. അങ്ങനെ 8 അസിസ്റ്റുകളുമായി KDB മിന്നിക്കെത്തിയ മത്സരം വിജയിച്ച് കയറി മാഞ്ചസ്റ്റർ സിറ്റി. ഇപ്പം 34 കളികളിൽ നിന്ന് 79 പോയിന്റുമായിട്ട് അവർ രണ്ടാമതാണെങ്കിൽ 35 കളികൾ കളിച്ചിട്ട് 80 പോയിന്റുമായിട്ട് ആഴ്സണൽ ഒന്നാമതാണ്. ഒറ്റ പോയിന്റിൻ്റെ വ്യത്യാസം. പക്ഷേ ആഴ്സണൽ ഒരു കളി അധികം കളിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് പൂർണ്ണമായിട്ടും സിറ്റിയുടെ കൈകളിൽ തന്നെയാണ് അവരുടെ കിരീട സാധ്യതകളെല്ലാം കിടക്കുന്നത്. പോയിന്റുകൾ ഡ്രോപ്പ് ചെയ്യാതെ പോയാൽ സിറ്റിക്ക് ആ കിരീടം ഇത്തവണയും സ്വന്തമാക്കാമെന്നർത്ഥം. അതുപോലെ ഹാലൻഡിൻ്റെ ഗോൾ അദ്ദേഹം കോൾ പാൽമറെ മറികടന്നിരിക്കുകയാണ്. പാൽമറും അദ്ദേഹവും 20 ഗോളുകളുമായിട്ട് ഒരുമിച്ച് 1ാം സ്ഥാനത്ത് നിൽക്കുകയായിരുന്നു. ഇപ്പോൾ ഹാലൻഡ് 21 ഗോളുകളുമായിട്ട് 1ാമതേക്ക് കടന്നിരിക്കുന്നു. പാൽമർ 20 ഗോളുകളുമായിട്ട് 2ാം സ്ഥാനത്ത്. അലക്സാണ്ടർ ഐസക്കും ഒലി വാറ്റ്കിൻസും 19 വീതം ഗോളുകളുമായിട്ട് തൊട്ടുപുറകിലുമുണ്ട്. അതായത് പ്രീമിയർ ലീഗിൽ കിരീട പോരാട്ടം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ ഇത്തവണ ഗോൾഡൻ ബൂട്ടിനുള്ള പോരാട്ടവും കനക്കുകയാണ് എന്നർത്ഥം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.